ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോഴേ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കാൻഡിഡ് ഓറഞ്ച് പീൽ ചേർക്കാറുണ്ടല്ലോ, ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചത്. അപ്പോൾ ഈ കാൻഡിഡ് ഓറഞ്ച് പീൽ എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാനിവിടെ ഒരു 3 ഓറഞ്ച് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പൊളിച്ചെടുത്തിട്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കാം. നമുക്ക് പതുക്കെ തൊലി ഒന്ന് പൊളിച്ച് പതുക്കെ എടുക്കാം. ഇതിൻ്റെ അകത്തുള്ള വെള്ള പാട്ട് നമുക്ക് ആവശ്യമില്ല. ഒന്ന് നല്ല വരഞ്ഞെടുത്തിട്ട് കൈ കൊണ്ട് പൊളിച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ ആ 3 ഓറഞ്ചിൻ്റെ തൊണ്ട് പൊളിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ അകത്തുള്ള ഈ തൊലിക്കകത്തുള്ള ഈ വെള്ള പാർട്ടുണ്ടല്ലോ, ഇതൊന്ന് നല്ല കട്ടിങ് ബോർഡിൻ്റെ മുകളിൽ പ്രസ് ചെയ്ത് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ചുരണ്ടി എടുക്കണം. ഈ ഭാഗം വരുമ്പോഴാണ് നല്ല പോലെ കയ്പ്പുണ്ടാവും. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ചുരണ്ടി കളയാം. ഞാൻ എല്ലാ ഓറഞ്ച് തൊലീൻ്റെ അകത്തുനിന്നും ഈ വെള്ള പാർട്ട് ചുരണ്ടി മാറ്റിയിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴുകിയതിന് ശേഷം, ഈ തൊലി കഴുകിയതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഓറഞ്ചിൻ്റെ തൊലി നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഇതുപോലെ നമുക്ക് മുഴുവനും അരിഞ്ഞെടുക്കാം. അടുപ്പത്തൊരു പാത്രം വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓറഞ്ച് തൊലി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് മുങ്ങി കിടക്കാൻ മാത്രം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒരു 5-6 മിനിറ്റ് ഒന്ന് തിളയ്ക്കണം. എന്നിട്ട് നമുക്കത് വെള്ളം ഊറ്റിയെടുക്കണം. ഇപ്പം നമ്മൾ ഓറഞ്ച് തൊലി കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് 6 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളിതൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. അരിച്ചെടുത്തിട്ട് വീണ്ടും നമ്മൾ ആദ്യത്തെ അതേ പ്രോസസ്സ് വീണ്ടും ചെയ്യണം. വീണ്ടും വെള്ളം ഒഴിക്കുക. എന്നിട്ട് ആ വെള്ളത്തിലിട്ടിട്ട് ഒന്നുകൂടെ ഒരു 5 മിനിറ്റ് നേരം വീണ്ടും കുക്ക് ചെയ്യുക. വീണ്ടും ഞാൻ കുറച്ചും കൂടെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്നുകൂടെ തിളക്കട്ടെ. അപ്പം എന്നിട്ട് നമുക്ക് ഈ ഓറഞ്ച് തൊലി അതിനകത്തിട്ട് ഒന്നുകൂടെ ഒരു 5 മിനിറ്റും കൂടെ തിളപ്പിച്ചെടുക്കാം. നമ്മൾ ചിലപ്പോൾ അത് 2-3 പ്രാവശ്യം ഇതുപോലെ ചെയ്യേണ്ടി വരും. അപ്പോഴേ ഇതിൻ്റെ കയ്പ്പ് രസം പോയി കിട്ടുള്ളൂ. തിളക്കുന്നുണ്ട്. അപ്പം ഞാൻ രണ്ടാമത് ഒന്നുകൂടെ തൊലി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒരു 5 മിനിറ്റ് കൂടെ ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഒരു കഷ്ണം എടുത്തത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കയ്പ്പ് രസം ഉണ്ടെങ്കിൽ ഒന്നും കൂടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഇതുപോലെ തന്നെ ചെയ്യാം. ഇപ്പം നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. 5 മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുത്ത് വയ്ക്കാം. ഇപ്പം ഞാനിതാ വെള്ളം വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഊറ്റി വെച്ച ഓറഞ്ച് തൊലി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പം 3ാമത്തെ തവണയാണ് ഓറഞ്ച് തൊലി കുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ കയ്പ്പ് രസമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഊറ്റി വയ്ക്കാം. ഇപ്പം നമ്മളെ ഓറഞ്ച് തൊലി ഒന്ന് വിളയിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഒരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് പഞ്ചസാര കണക്കാക്കി എടുക്കുന്നത് നമ്മൾ കുക്ക് ചെയ്ത
ഓറഞ്ച് പീലില്ലേ, ഞാനത് അളന്ന് നോക്കിയിരുന്നു. അപ്പോൾ 1 കപ്പ് ഓറഞ്ച് പീലുണ്ടായിരുന്നു. അപ്പം ഞാൻ 1/2 കപ്പ് പഞ്ചസാര എടുത്തു. 1/2 കപ്പ് പഞ്ചസാരയ്ക്ക് 1/4 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് സിറപ്പാക്കി എടുക്കാം. നമ്മൾ എൻ്റെ ഓറഞ്ച് തൊലി നമുക്കൊന്ന് ചെറിയ ടൂട്ടി ഫ്രൂട്ടിയുടെ ഒക്കെ കഷ്ണത്തിൻ്റെ പാകത്തിനൊന്ന് ചെറുതാക്കി മുറിച്ചെടുക്കാം. അപ്പം നമ്മൾ കുക്ക് ചെയ്ത ഓറഞ്ച് തൊലി ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ ഷുഗർ സിറപ്പ് നല്ലപോലെ ഒരു ഒറ്റനൂൽ പരുവത്തിലൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ ഓറഞ്ച് പീല് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വിളയിച്ചെടുക്കാം. നമ്മളിപ്പോൾ ഈ നല്ല ഒറ്റനൂൽ പരുവായിട്ടുള്ള ഷുഗർ സിറപ്പിനകത്തേക്ക് ഓറഞ്ച് പീൽ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതൊന്ന് നല്ലപോലെ ലൂസായി വന്നിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്നറിയോ, ഓറഞ്ച് പീലിനകത്ത് നല്ല ജലാംശമുണ്ട്. അപ്പോൾ അത് ഇതിനകത്തേക്ക് ചേർന്നപ്പോൾ ഒന്ന് നല്ലപോലെ ലൂസായിട്ടുണ്ട്. നമുക്കിതൊന്ന് കുറച്ച് നേരം ഇതിനകത്തിട്ട് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. ഈ ക്യാൻഡിഡ് ഓറഞ്ച് പീൽ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന പ്ലം കേക്ക് ആണെങ്കിലും ഓറഞ്ച് കേക്കിനൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണുള്ളത്. ഈ ക്യാൻഡിഡ് ഓറഞ്ച് പീൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാനൊക്കെ കിട്ടും. പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ, ഡ്രൈ ഫ്രൂട്ട്സിൽ നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയാണല്ലോ. അപ്പം ടൂട്ടി ഫ്രൂട്ടി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം, ക്യാൻഡിഡ് ഓറഞ്ച് പീൽ ഉണ്ടാക്കാം, അതുപോലെ ക്യാൻഡിഡ് ജിഞ്ചർ ഉണ്ടാക്കാം. ഇതൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന സാധനങ്ങൾ കേക്കിൽ ചേർത്തുണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ടാവും. അപ്പം പിന്നെ അതല്ല, ഇപ്പോൾ ഓറഞ്ചിൻ്റെ ഭയങ്കര നല്ല സീസണാണ്. ഇപ്പോൾ നല്ല പോലെ ഓറഞ്ച് വരും. നമ്മളെ ക്യാൻഡിഡ് ഓറഞ്ച് പീൽ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നല്ല പോലെ വിളയിച്ചെടുത്തിട്ടുണ്ട് പഞ്ചസാര സിറപ്പിനകത്ത്. ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ, ഏകദേശം ഒന്ന് തണുക്കുമ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ഇത് പറ്റി പിടിച്ച് പോകും. ഓറഞ്ച് പീൽ വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഏകദേശം തണുത്തപ്പം വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ജാറിലിട്ട് അടച്ച് വയ്ക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം. ഓക്കെ, ബൈ.